എനിക്ക് തോന്നുന്നു ലവ് ആക്ഷനാണ് എനിക്ക് പുള്ളിയുടെ ഒരു ഏറ്റവും കംഫർട്ട് സോണിൽ നിന്ന് സിനിമ. പുള്ളിയുടെ ഒരു ഏരിയ ഉണ്ടല്ലോ, പുള്ളിക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഹ്യൂമറാണ് പുള്ളി. നമ്മൾ ഇഷ്ടപ്പെട്ട പുള്ളിയുടെ സിനിമകൾ എന്നൊക്കെ പറയുന്ന റൊമാൻറ്റിക് കോമഡി അല്ലെങ്കിൽ ആ ജോണറിൽ പെടുന്ന സിനിമകളാണ് നമ്മൾ പുള്ളിനെ ഇഷ്ടപ്പെടുത്തിയ സിനിമകൾ. സെൽഫി, ജേക്കബ് ആയിക്കോട്ടെ, ഫാമിലി, നെക്സ്റ്റ് ഡോർ ബോയ്. അവിടെ 2019 ശേഷം എനിക്ക് തോന്നുന്നു പുള്ളി കുറച്ച് സീരിയസ് സിനിമയിലോട്ടൊരു ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അതിലും പുള്ളി എനിക്കൊന്ന് മുത്തോനൊക്കെ ക്രിട്ടിക്കലി അക്ലമേഷൻ കിട്ടിയെങ്കിൽ പോലും ഒരു എനിക്കൊന്നൊരു കൊമേഴ്ഷ്യൽ പിന്നീടൊരു ഹിറ്റ്സുകൾ കുറഞ്ഞ പുള്ളി. അപ്പം എനിക്കൊന്നു അതിനുശേഷം ഞങ്ങളുടെ വർഷങ്ങൾക്ക് ശേഷം മുന്നേ ഞങ്ങളൊരു സിനിമ ചെയ്തു, മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ജനഗണമനയ്ക്ക് ശേഷം ഡിജു ചെയ്ത സിനിമ ഞങ്ങൾ അഭിനയിച്ചു. അപ്പം അത് ഭയങ്കര എന്താ പറയണ്ടേ, വർഷങ്ങൾക്ക് ശേഷം തുടങ്ങുന്നതിന് എനിക്കൊന്നൊരു 2 മാസം മുന്നേ ഞാനും പുള്ളി ഒരുമിച്ച് അഭിനയിച്ചു. അപ്പൊ അതെനിക്ക് ലവ് ആക്ഷന്റെ സെറ്റിൽ തിരിച്ചു പോയ പോലത്തെ ഒരു ഫീലായിരുന്നു. എക്സാക്ട്ലി പുള്ളി ആ പഴയ ആ ഒരു എന്താ പറയണ്ടേ, പുള്ളിയുടെ ഹ്യൂമർ ടൈമിങ്ങും പരിപാടിയും. പിന്നെ ഞങ്ങള് യൂഷ്വലി അജ്ജ് ചെയ്യുന്ന റോളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. സൈഡ് കിക്ക്, കൂട്ടുകാരനെ കുഴിയിൽ ചാടിക്കുന്ന സുഹൃത്ത്. വടക്കൻ സെൽഫിയിലൊക്കെ അജ്ജ് ചെയ്ത് ആ ഒരു ക്യാരക്ടറിനോട് ഒരു വേറെ വേർഷനാണ് ഞാൻ മലയാളി ഫ്രം ഇന്ത്യയിൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് അത് ഭയങ്കര വർക്കായി. ആഫ്റ്റർ സോ ലോങ് ഈവൻ ഹ്യൂമർ പിന്നെ ഡിജു നന്നായിട്ട് പെർഫോം ചെയ്യിപ്പിച്ചു. ഈ വാണ്ടഡ് എക്സാക്ട്ലി ലൈക്ക് സെൽഫി, ലവ് ആക്ഷൻ. കാരണം ഡിജു ജനഗണമന എന്നത് സീരിയസ് ഒരു സിനിമയ്ക്ക് ശേഷം ചെയ്യുന്ന സിനിമയാണ്. കംപ്ലീറ്റ്ലി വേറൊരു ജോണർ ഷിഫ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നെങ്കിൽ അത് നിവിനെ വെച്ചിട്ടൊരു ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ പരിപാടി ചെയ്യുന്നു. സെക്കൻഡ് ഹാഫ് ഇസ് കുറച്ച് സീരിയസ് ആണെങ്കിൽ പോലും ഫസ്റ്റ് ഹാഫ് ഇസ് ഒരു ഭയങ്കര ലാഫ് ഔട്ട് ലൗഡ് ജോക്സും പരിപാടിയൊക്കെയുള്ള സിനിമ. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്നത്. അപ്പൊ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നിവിന്റെ ഒരു കംഫർട്ട് സോണിൽ വീണ്ടും പുള്ളി അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ വരുന്നതൊക്കെ. പിന്നെ ആ കോമ്പിനേഷനും ഞങ്ങളുടെ ആ കോമ്പിനേഷൻ ആക്ച്വലി ഓൺ സ്ക്രീൻ ഭയങ്കര ഔട്ട് ആയിട്ടുണ്ടെന്നാണ് കണ്ടപ്പോഴൊക്കെ പിന്നെ കണ്ട കുറച്ചുപേരൊക്കെ പറഞ്ഞത്.